നമസ്തേ. ഈ ഫെസ്റ്റിവലിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അന്യം നിന്നു പോകുന്ന കലാരൂപങ്ങൾ, അതിന് പ്രോത്സാഹനം കിട്ടണം, അതിനൊരു പ്രചോദനം ഉണ്ടാകണം എന്നുള്ള ലക്ഷ്യം വച്ചിട്ട് കഥകളി, കൂടിയാട്ടം, ചാക്യാർകൂത്ത്, തായമ്പക, നൃത്ത ഇനങ്ങൾ, വൃന്ദവാദ്യം, അങ്ങനെ വിവിധ ഇനം കലാരൂപങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ 7 ദിവസം ഈ പഞ്ചഭൂത ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചിരിക്കുന്നത്. എൻ്റെ നേതൃത്വത്തിൽ ഇവിടെ ഒരു വൃന്ദവാദ്യം നടത്തുന്നുണ്ട്. പഞ്ചഭൂത എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് വെച്ചിട്ടാണ്. അതിന് ഓരോ രാഗം, ഓരോ താളം, സങ്കല്പം കൊടുത്തിട്ടുണ്ട്. അതേപോലെ അതിൻ്റെ വാദ്യങ്ങൾ വീണ, ഫ്ലൂട്ട്, വയലിൻ, മൃദംഗം, ഘടം, കീബോർഡ്, ഇങ്ങനെയുള്ള വാദ്യ ഉപകരണങ്ങളാണ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ പഞ്ചഭൂത എന്നുള്ള കൺസെപ്റ്റിൽ തന്നെയാണ് ഈ പ്രോഗ്രാമും നടത്തുന്നത്. എന്തായാലും ഇങ്ങനെയുള്ള ഒരു സംരംഭത്തിൽ പങ്കുചേരാനും അതിൽ പരിപാടി നടത്തുവാനും അവസരം കിട്ടിയത് വലിയ അനുഗ്രഹമായിട്ട് തന്നെ കരുതുന്നു. ഈ ഫെസ്റ്റിവൽ അങ്ങേയറ്റം വിജയപ്രദമായി നടക്കട്ടെ. അതിലുമുപരി കേരളത്തെ സംബന്ധിച്ച് പറയുമ്പം കേരളത്തിന് കലാസാംസ്കാരിക രംഗത്ത് ഏറ്റവും കൂടുതൽ സംഭാവന നൽകിയ തിരുവിതാംകൂർ രാജകുടുംബമാണ്. ഈ ഫെസ്റ്റിവൽ ഉദ്ഘാടനം ചെയ്യാൻ തന്നെ വരുന്നത് ഈ രാജകുടുംബത്തിലെ അംഗമായ അശ്വതിരുന്നാൾ തമ്പുരാട്ടിയാണെന്നുള്ളതും വലിയൊരു ഭാഗ്യമാണ്. ഏതായാലും ഇതിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് എല്ലാവർക്കും നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.